ആദ്യം കളത്തിൽ ഇറങ്ങിയിട്ടും അവസാനമായി പോയ നമ്മൾ ജെൻസി ആക്ടേഴ്സിന്റെ തലമുറയിൽപ്പെട്ട ഒരു യൂത്ത് നടനാണ് മാത്യു തോമസ്. നസ്ലിനും സന്ദീപ് പ്രദീപിനും ഒക്കെ മുമ്പേ കളത്തിൽ വന്ന ആളാണ്. അവരെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാനും കാലിബർ ഉള്ള ഒരു ആക്ടറും കൂടിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മാത്യു എന്ന നടൻ ഇവർക്കെല്ലാം പിന്നിലായിപ്പോയത്? ആദ്യം തന്നെ നമുക്ക് മാത്യു തോമസിന്റെ ഫിലിമോഗ്രാഫി വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാം. മാത്യു തോമസിന്റെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് സുഖമാണോ സുഖമാണ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയിലെ മാത്യുവിന്റെ പെർഫോമൻസിനും അതുപോലെ തന്നെ ഈ സിനിമയെക്കുറിച്ചും അത്യാവശ്യം മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ പോലും മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല സിനിമകളും വെച്ചിട്ട് പല തരത്തിലുള്ള റോസ്റ്റുകളായാലും കളിയാക്കലുകളായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള ഫിലിംസുകൾ വെച്ച് മാത്യു ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞു. മാത്യുവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കുമ്പളങ്ങി നൈസിലൂടെയാണ്. റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ കാലിബർ ഉള്ള ടൈപ്പ് ഒരു ആക്ടർ ആണെന്നുള്ളത് കുമ്പളങ്ങി നൈസിലൂടെ തന്നെ മാത്യു എന്ന് പറഞ്ഞ ആക്ടർ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് മാത്യുവിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയാണ്. അത് തന്നെയാണ് ഈ പറയുന്ന നസ്ലിൻ്റെ ആയാലും പല യൂത്ത് ആക്ടേഴ്സിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ കരിയർ സ്വിച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നത് ഈ ഒരു തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ഒരു മെയിൻ ലീഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ക്യാരക്ടർ മാത്യുവിൻ്റെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്ത് അതിൽ ഒരു ഹ്യൂമർ സൈഡ് കൈകാര്യം ചെയ്തിട്ടുള്ള നസ്ലിൻ എന്ന ആക്ടറിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് മാത്യുവിൻ്റെ പേരിൽ ഒരുപാട് സിനിമകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു ബൂം ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള നോർമൽ ഗ്രാഫ് പോകുന്ന ടൈപ്പ് സിനിമകൾ തന്നെയാണ് മാത്യു തോമസ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ കിട്ടിയതുപോലെ തന്നെ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ തമിഴിലെ ലിയോ എന്ന സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുകയും അതും വെറും ഒരു അവസരമായിട്ടല്ല, വിജയിയുടെ മകനായിട്ടൊരു അവസരം കിട്ടുന്ന സമയത്ത് ലോകേഷിനെ പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഡയറക്ടറും ഇത്രയും ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരു സിനിമയിലും വിജയിയുടെ മകനായിട്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുകയാണ്. അതായിരുന്നു മാത്യുവിൻ്റെ അടുത്തൊരു ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ കൊണ്ടുപോയി സൈഡാക്കി വിടുകയല്ല ചെയ്തത്. മാത്യുവിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല റോള് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം അത് നന്നായിട്ട് തന്നെ മാത്യു ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അവർ രണ്ടുപേരെയും ആ ഒരു മകൻ അച്ഛൻ ആയിട്ടുള്ള ആ ഒരു ഫേസ് കട്ടും ഏകദേശം അതെല്ലാം സിമിലർ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അത് പക്കയായിട്ട് നമുക്ക് കൺവിൻസ് ആവുകയും ചെയ്തു. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം മാത്യുവിൻ്റെ ഫിലിമോഗ്രാഫി അല്ലെങ്കിൽ ഫിലിം സെലക്ട് ചെയ്യുന്ന രീതിയിൽ മാത്യു ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നസ്ലിനൊക്കെ നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പോകാൻ കാലിബറുള്ള ആക്ടറും കൂടിയാണ്. പ്രത്യേകിച്ച് ആക്ടിങ് സൈഡ് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയാണ് ഒരു സ്റ്റാറിനെ തീരുമാനിക്കുന്നത്. അതല്ലാതെ ഒരു ആക്ടറിൻ്റെ ഫിസിക്കലോ അല്ലെങ്കിൽ ആ ആക്ടറിൻ്റെ ലുക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ഓറയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാർ മെറ്റീരിയലിന് വേണ്ടത് ഇന്നതാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ആക്കുകയാണെങ്കിൽ പല ആക്ടേഴ്സും ഇന്ന് തമിഴിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആക്ടറിൻ്റെ സ്റ്റാർഡം തീരുമാനിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ഒന്നുമല്ല, അയാൾ സെലക്ട് ചെയ്യുന്ന സിനിമകളാണ് ആ ഒരു നടനെ ഏത് റേഞ്ചിൽ മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം മാത്യു തോമസ് എന്ന ആക്ടറിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, അതിനുശേഷം ഒരുപാട് സിനിമകൾ തമിഴിൽ നിന്നും ഒരുപാട് കോളുകൾ എന്തായാലും മാത്യുവിനെ തേടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സിനിമയിൽ നല്ലൊരു റോള് കൈകാര്യം ചെയ്ത് അത്രയും ഫേമസ് ആയിട്ട് അത്രയും പവറായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ എന്തായാലും അറിയാമല്ലോ, തമിഴ് ഇൻഡസ്ട്രിയാണ് ഒരു സിനിമ ചെയ്തതെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് റോളുകൾ അത്തരത്തിലുള്ളത് വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ അത് ഈ പറയുന്ന മകൻ റോളുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്രണ്ട്സ് ആയിട്ടുള്ള റോൾ അങ്ങനത്തെ റോളുകളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മെയിൻ ലീഡ് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം മാത്യു സെലക്ട് ചെയ്യാത്തത്. നമുക്കറിയില്ല, നമ്മളൊരു ഊഹം പറയുന്നതാണ്. അത്തരത്തിൽ കിട്ടിയ അവസരങ്ങൾ കറക്റ്റായിട്ട് മാത്യു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ മാത്യുവിനെ കാണുന്ന ആ ഒരു സ്റ്റേജിൽ മാത്യു എത്തില്ലായിരുന്നു. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം മാത്യു വേറൊരു റേഞ്ചിലേക്കായിരിക്കും പോകുന്നതെന്നാണ് ഓഡിയൻസായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് നേരെ തിരിച്ചാണ് മാത്യു ചിന്തിച്ചത്. അതായത് വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുക, അതായത് യുണീക്കായിട്ടുള്ള റോളുകൾ ചൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് മാത്യുവിൻ്റെ ആ ഒരു കരിയറും ഈ രീതിയിൽ ഡൗൺഫോളിൽ എത്താൻ വേണ്ടിയിട്ട് റീസൺ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മാത്യു സെലക്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. അവർ അറ്റംപ്റ്റും കാര്യങ്ങളും ആ ഒരു സിനിമയുടെ ക്വാളിറ്റിയും ടെക്നിക്കൽ സൈഡും അതുപോലത്തെ മറ്റ് കാര്യങ്ങളെല്ലാം ഒരു മലയാള സിനിമയുടെ POVയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ടു ഗുഡായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. രാജമൗലിയുടെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളത്തിൽ അത്തരത്തിലുള്ളൊരു ട്രൈ ഔട്ട് ചെയ്യുകയും അതും ആ ഒരു സിനിമയേക്കാൾ നല്ല രീതിയിൽ വിഷ്വലി ക്വാളിറ്റി കൊണ്ടുവന്നിട്ട്, ഞാൻ പറയുന്നത് ഒരിക്കലും കണ്ടന്റ് വൈസ് അല്ല, വിഷ്വലി ക്വാളിറ്റി കൊണ്ടുവന്നിട്ട് ഒരു സിനിമ ഇവിടെ അവർ ട്രൈ ഔട്ട് ചെയ്തു. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ നട്ടലെന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് സ്റ്റോറി ലൈനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഫുൾ നല്ല പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒന്നുമില്ല.
എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഈ ഒരു ലവ്ലി എന്ന സിനിമയ്ക്ക്. പോസ്റ്റേഴ്സ് ആയാലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയാലും വിഷ്വലി ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സിനിമയുടെ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തു വെച്ചിരുന്നത്. ഈ മാത്യുവിൻ്റെ ക്യാരക്ടർ ആയാൽ പോലും വളരെ എന്താ പറയുക, ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. എന്തിന് ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഒരു ചിന്താഗതിയായിരുന്നു ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വരെ ഫീൽ ചെയ്തത്. കാരണം മാത്യു ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന റോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റോളല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടർ ആ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന പെർഫോമൻസും നമുക്ക് മോശമായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം സിനിമയുടെ ബോൺ ആയിട്ടുള്ള സാധനം ക്യാരക്ടറിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു പ്ലോട്ടും ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലവും ഒക്കെയാണ്. അത് മോശമാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര ടെക്നിക്കലി ഗുഡാണെന്ന് പറഞ്ഞാലും അതൊരിക്കലും ഒരാളുടെ മനസ്സിലേക്ക് കയറി പറ്റില്ല. ഒരു സ്റ്റാർ അല്ലെങ്കിൽ നമ്മൾ ഈ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ ഒരു നോട്ടീസ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകൾ വളരെ കുറവാണ് മാത്യു ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് പോയൊരു സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ സിനിമ കണ്ട സമയത്ത് ഫസ്റ്റ് ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് ഈ ഒരു സിനിമ സത്യത്തിൽ എനിക്ക് വർക്കായി. മാത്യു എന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ സെപ്പറേറ്റ് പിടിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന് കുട്ടിക്കാലത്ത് കിട്ടുന്ന ഒരു ചെറിയൊരു ട്രോമ ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രോമ വളർന്നു വരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ വളർന്നു വരും. ചിലവർ പുറത്ത് കാണിക്കും, ചിലവരിത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് ചില സിറ്റുവേഷൻസിൽ പുറത്ത് വരും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ് മാത്യുവിൻ്റെ. ഈ ഭയം എന്ന് പറയുന്ന ഒരു ഇത് കുട്ടിക്കാലത്ത് കിട്ടിയ ട്രോമയിൽ നിന്ന് അത് വരികയും ആ ഒരു ഭയം തൻ്റെ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റിലേഷൻ്റെ ഉള്ളിൽ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ഇതാണ് ആ സിനിമയ്ക്ക് വരുന്നത്. പക്ഷേ അവരത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് വേറൊരു സൈഡായിട്ടാണ്. അതായത് ഇങ്ങനെ വിളിക്കുകയും അങ്ങോട്ട് വരണമെന്നുള്ള രീതിയിലൊക്കെ പറയുന്ന അത് വേറൊരു വശത്ത് നിന്നായിരിക്കും നമ്മളൊക്കെ അത് കാണുക. അതിനൊരു പോസിറ്റീവ് സൈഡായിട്ട് എപ്പോഴും എടുക്കില്ല, വേണമെങ്കിൽ ഒരു ഹ്യൂമർ സൈഡായിട്ട് വേറൊരു സൈഡിൽ കൂടെ ആയിരിക്കും അത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സീരിയസ്നെസ് മാറിയിട്ടൊരു കോമഡി ഫീൽ ചെയ്യും. അതായത് നിനക്ക് ഇത്ര പേടിയാണോടാ എന്നുള്ള രീതിയിൽ നമുക്ക് അവനോട് ചോദിക്കാൻ തോന്നുന്ന രീതിയിൽ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റ് പോകണം. എങ്കിൽ പോലും ആ സിനിമയ്ക്കകത്ത് ഒരു യുണീക്കായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു മാത്യു എന്ന ആക്ടർ ലിയോയ്ക്ക് ശേഷം നല്ല വ്യത്യസ്തമായ റോളുകൾ ചൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഒന്ന് ലവ്ലി, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഈച്ചയൊക്കെ വന്നിട്ടുള്ള ഒരു വേറൊരു സിനിമയാണ് അത്. അതുപോലെ തന്നെയാണ് ഈ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ഇതിനകത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു നമ്മളുടെ മിത്തോളജിക്കൽ ഒരു റെഫറൻസൊക്കെ കൊടുത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മളെ ലോകയൊക്കെ മിത്തോളജിക്കലി നല്ലൊരു ഭൂമി നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയും ആ ഒരു രീതിയിലൊക്കെ ഒന്ന് റെക്കഗ്നൈസേഷൻ കിട്ടിയിരുന്നെങ്കിൽ വന്നേനെ. പക്ഷേ ഈ പറയുന്ന സ്റ്റാറിൻ്റെ ഒരു പവറും ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ഒരു കുതിരക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതും അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും പിന്നെ അതിനൊരു ബാക്ക് സ്റ്റോറി കൊടുത്തിരിക്കുന്നതും അങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് എല്ലാവരും നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്കത് വർക്കായ ഒരു സിനിമയുമാണ്. പക്ഷേ അത് വേണ്ട രീതിയിലുള്ളൊരു അപ്രിസിയേഷൻ ഒന്നും കിട്ടിയില്ല. ഞാൻ ഒരു സെപ്പറേറ്റ് ആ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ അന്ന് കരുതിയതാണ്. ഞാൻ വളരെ സെലക്റ്റീവായിട്ട് കണ്ടന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റൈറ്റ് ടൈം ആവട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് സുഖമാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ വന്നു. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെറൈനിൽ കഥ പറയുന്ന ഒരു സിനിമ. ഈ സിനിമയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ. അപ്പോൾ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 സിനിമയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്യു ചൂസ് ചെയ്തു. ഒരു കൺക്ലൂഡിൽ എത്തുന്ന സമയത്ത് മാത്യു എന്ന ആക്ടറിന്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് താൻ ചെയ്യേണ്ട സിനിമകൾ ഏത് ടൈപ്പ് വേണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതല്ലെങ്കിൽ താൻ ഏത് പൊസിഷനിൽ ചെന്ന് നിൽക്കണം എന്നുള്ളത്. നസ്ലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന രീതിയിൽ നസ്ലിൻ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു. സന്ദീപിന്റെ ഒരു കാര്യം നോക്കുന്ന സമയത്ത് ഒരു ആക്ടറിന്റെ പൊട്ടൻഷ്യൽ വരുന്ന രീതിയിൽ അവിടെയും പൊസിഷനും ചെയ്തു കഴിഞ്ഞു. ഇവരുടെ രണ്ടുപേരും സിനിമ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓൾറെഡി ലോക്ക്ഡ് ആണ്. പക്ഷെ മാത്യുവിന്റെ സിനിമ വരുന്ന സമയത്ത് റീസെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചാർജ് ഇല്ലാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിട്ട് മാത്രമേ വ്യൂവേഴ്സ് എക്സ്പെക്ട് ചെയ്യൂ. ഹൈ വോൾട്ടേജിൽ ഒരു മാസ് മസാല പടം അങ്ങ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് 2-3 ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ടറിനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങും. എൻജോയ്മെന്റ് പ്ലസ് ഒരു മാസ് എലമെന്റ്സ് അല്ലെങ്കിൽ ഒരാളെ ആരാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കാൻ മാത്യു തോമസ് എന്ന് പറഞ്ഞ ആക്ടറിന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയും ചൂസ് ചെയ്യും. അങ്ങനത്തെ രീതിയിലേക്ക് ഫസ്റ്റ് ഒരു സ്റ്റാറിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് റോളുകൾ പോയി ചെയ്യാൻ ശ്രമിക്കുക. ഈ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പരീക്ഷണ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന അതൊരു വാഷ് ഔട്ടിലേക്ക് ചെന്നെത്തും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. കാരണം അത് ഓൾറെഡി നമ്മളുടെ എല്ലാ ഇൻഡസ്ട്രിയിലും പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചാൽ സക്സസ് ആവാം. ഇതാണ് സത്യത്തിൽ ഒരു ഫോർമുല എന്ന് പറയുന്നത്. തന്നെ ഒരു ആരാധന വസ്തുവായിട്ട് ആൾക്കാരെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് തനിക്ക് എന്താണോ വേണ്ട ആ ഒരു വഴിയിലേക്ക് ആ ഒരു കൂട്ടം ആരാധകരെ കൊണ്ടുപോകുക. ഇതാണ് മാത്യു തോമസ് എന്ന ആക്ടറിനോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നസ്ലിനെയും അമിതാഭ് ബൈജുവിനെയും സന്ദീപ് പ്രദീപിനെയും അനുശ്ര രാജിനെയും ഇവർ 4 പേരെയും കൂടി അനലൈസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിവിടെ കൊടുത്തേക്കാം. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ബൈ.